സാക്ഷി, ഇതിപ്പോൾ കുറേ നേരമായാലോ. എന്താ ഇത്ര ആലോചിക്കാൻ? ഒരുപാട് ആലോചിക്കരുതെന്ന് ശ്രീ പറഞ്ഞിട്ടില്ലേ? പിന്നെന്തു പറ്റി? ആലോചിച്ചതൊന്നുമല്ല. എനിക്ക് ഈ വീട്ടിൽ ഇരുന്ന് ബോറടിക്കുക. എത്രയെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുക. ബോറടിക്കുന്നു? നന്നായിട്ട് ബോറടിക്കുന്നുണ്ട്. ടി വിയിലാണെങ്കിലൊന്നും കാണാനുമില്ല. ഋഷിക്ക് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ബോറടിക്കൂലേ? നമുക്ക് പുറത്തോട്ടെവിടെയെങ്കിലും പോവാം. പ്ലീസ് ബാ. പുറത്തോട്ടോ? മാത്രമല്ല, കാറ് ശ്രീ കൊണ്ടുപോയില്ലേ? എൻ്റെ കാറ് വീട്ടില്ല. എന്നെ ഏട്ടനല്ലേ ഇങ്ങോട്ട് കൊണ്ടുവിട്ട. വേണമെങ്കിൽ ശ്രീ വന്നതിന് ശേഷം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോയാലോ? എപ്പോൾ ശ്രീ വന്നിട്ട് രാത്രിയോ? നമുക്ക് ബസ്സിൽ പൊക്കൂടെ? ബസ്സിലോ? അതൊന്നും ശരിയാവില്ല. നിനക്ക് പെട്ടെന്ന് വെച്ച് വയ്യാണ്ടായാൽ എന്ത് ചെയ്യും? വേണ്ട. ഞാനിപ്പോൾ ഓക്കെ അല്ലേ? എനിക്ക് തലവേദനയൊക്കെ മാറി. പിന്നെന്താ, പോവാം പ്ലീസ്. ശരി പോവാം. പക്ഷേ വേഗം തിരിച്ചു വരണം. ഒരുപാട് പുറത്തുനിന്ന് കറങ്ങാനൊന്നും പറ്റൂല. നിനക്ക് മെഡിസിനൊക്കെ കഴിക്കാനുള്ളതാ. എന്നാൽ പോയി റെഡി ആയിക്കോ, പോവാം. പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല രസമല്ലേ? നല്ല തണുത്ത കാറ്റും. താങ്ക് യു ഋഷി, എന്നെ ഇവിടെ കൊണ്ടുവന്നതിന്. താങ്ക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഒരുപാട് കാറ്റൊന്നും കൊള്ളണ്ട. വൈകുന്നേരം തലവേദന എടുത്ത ശ്രീ നമ്മളെ രണ്ടാളെയും വഴക്ക് കുറയും. മാത്രമല്ല, അവൻ വരുന്നതിന് മുന്നേ നമുക്ക് തിരിച്ച് വീട്ടിൽ കയറണം. മനസ്സിലായോ? അതൊക്കെ നമുക്ക് പോവാം. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം. ആ വീട്ടിൽ ഇരുന്ന് ബോറടിക്കുമല്ലേ? താങ്ക് യു. ഞാൻ പറഞ്ഞ പതിക്ക് എന്നെ കൊണ്ടുവന്നില്ലേ? ശരി. താങ്ക്സ് ഒക്കെ ഞാൻ വരവ് വെച്ചിരിക്കുന്നു. ഋഷി, എനിക്ക് ഈ പ്ലേസ് കാണുമ്പോൾ ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ആരുടെ കൂടെയെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ഉറപ്പാ. സാക്ഷി, അത് എന്താ ഋഷി, എന്തുപറ്റി? ഒന്നുമില്ല. പിന്നെ ഋഷി, ഞാൻ കണ്ട അന്നുകൊണ്ട് ചോദിക്കണമെന്ന് കരുതിയതാ. ഋഷിയുടെ കഴുത്തിൽ ഈ ചെയിൻ, അതിലെ ലോക്കറ്റ്, അത് അത് ഞാനാണോ? ഈ ലോക്കറ്റ് എന്തു പറ്റി ഋഷി? എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? അത് ഈ ചെയിൻ നമ്മൾ കോളേജിൽ പഠിച്ച സമയത്ത് നീ എനിക്ക് ഗിഫ്റ്റ് തന്നതാ. കോളേജിൽ പഠിച്ചപ്പോൾ ഗിഫ്റ്റ് തന്നതോ? അപ്പം നമ്മൾ കോളേജിൽ ഒരുമിച്ചാണോ പഠിച്ചത്? നമ്മളത് ലവ് മാരേജ് ആണോ ഋഷി? എനിക്കൊന്നും ഓർമ്മയില്ല, ഒന്ന് പറഞ്ഞതാ. നമ്മുടെ മാരേജ് ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചാൽ സാക്ഷി, ബസ് വന്നു. നമുക്ക് അതിൽ കയറാം. പിടിച്ചിരുന്നോ? നല്ല തിരക്കുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഞാൻ ഇത്രയും തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. സാരമില്ല, നമുക്ക് അടുത്ത സ്റ്റോപ്പാ, കുഴപ്പമില്ല. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? താൻ ഓക്കെ അല്ലേ? ഓക്കെ. കുഴപ്പമില്ല. അടുത്തത് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പാണ്. അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. സാക്ഷി, എന്താ ഇങ്ങനെ നോക്കുന്ന? സ്റ്റോപ്പെത്തി, നമുക്ക് ഇറങ്ങണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നല്ല ലേറ്റായിപ്പോയി. നേരത്തെ തിരിച്ചെത്തേണ്ടതായിരുന്നു. ഇനി നിനക്ക് മെഡിസിൻ എടുക്കണം, അതിന് മുന്നേ ഫുഡ് കഴിക്കണം. വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ എല്ലാം എടുത്തു വെക്കാം. എൻ്റെ പൊന്നു ഋഷി, ഇത്ര ടെൻസ്ഡ് ആവണ്ട. നീ പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. അറിയാണ്ട് തലയിൽ വെള്ളം ഒഴിച്ചു. ശ്രീ അറിഞ്ഞാൽ കൊല്ലും. അല്ല, ഋഷി ഫ്രഷായി കാണോ? ഒന്ന് പോയി നോക്കിയാലോ? ഋഷി, താൻ ഫ്രഷായോ? നമുക്ക് ഫുഡ് കഴിക്കാം. ഞാനിപ്പോൾ ഫ്രഷായി ഇറങ്ങിയതേ ഉള്ളൂ. അല്ല, നിൻ്റെ തല എന്താ വെറ്റായിട്ടിരിക്കുന്നത്? നീ കുളിച്ചോ? അത് ഞാൻ അറിയാതെ വെള്ളം ഒഴിച്ചപ്പോൾ ഓർമ്മയില്ലാണ്ട് പറ്റിപ്പോയതാ. എന്താ ഇത്? ശ്രീ പ്രത്യേകം പറഞ്ഞതല്ലേ 1-2 ആഴ്ചത്തേക്ക് തലയിൽ വെള്ളം നനയ്ക്കരുതെന്ന്? ഇങ്ങ് വാ. ഋഷി, വെള്ളം ഒഴിച്ചപ്പോഴാണ് ഓർത്തത് ഒഴിക്കാൻ പാടില്ലായിരുന്നു എന്ന്. ഞാൻ അപ്പം തന്നെ നിർത്തി. വാ, ഇവിടെ ഇരിക്കും. ഞാൻ ഡ്രയർ എടുത്തിട്ട് വരാം. ഇങ്ങനെ ഇരുന്നാൽ അടുത്ത അസുഖം വരും. ഓക്കെ. സാക്ഷി, നീ കുറച്ചുകൂടെയൊക്കെ സൂക്ഷിക്കണം. ഋഷി, എനിക്ക് കുഴപ്പമില്ല. അതൊക്കെ പറയാൻ എളുപ്പം. കുറച്ചുകൂടെയൊക്കെ നീ ശ്രദ്ധിക്കണം. ഋഷി, തന്നെ എന്തിനെങ്ങനെ സ്നേഹിക്കുന്നത്? തനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണോ? ആണോ? എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടം. എൻ്റെ കൂടെ എന്നിതുപോലെ ഉണ്ടാവും ഋഷി.
എനിക്കൊരു ഉമ്മ തരുമോ? സാക്ഷി, സാക്ഷി, ശ്രീ വന്നു. എന്താ? അല്ല, ശ്രീയുടെ വണ്ടിയുടെ ഹോണാ കേട്ടത്. അവൻ നമ്മൾ അന്വേഷിക്കില്ലേ? ബാ, ഹാളിൽ പോ. അതായിരുന്നു. പോവാം. ഞാൻ നിങ്ങൾ രണ്ടുപേരും അന്വേഷിക്കുമായിരുന്നു, കാണാനില്ലല്ലോ എന്ന്. അല്ല സാക്ഷി, ഫുഡ് കഴിച്ചല്ലോ, മെഡിസിനൊക്കെ കഴിച്ചല്ലോ അല്ലേ? ശ്രീ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ. ശ്രീ, ഞങ്ങൾ ഫുഡ് കഴിച്ചു. നീ വേഗം ഫ്രഷായിട്ട് കഴിക്കാം. ഇന്ന് കുറച്ച് ജോലി ഉണ്ടല്ലോ, അതാ ലേറ്റായ. ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. സാക്ഷി, നീ എന്തിനാ അവനോട് കള്ളം പറഞ്ഞ് കഴിച്ചു എന്ന്? ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ നമ്മൾ രണ്ടുപേരെയും വഴക്ക് പറയും. വെറുതെ എന്തിനാ? അവൻ വരുന്നതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിക്കാം. ബാ. എന്നാലും അവനോട് കള്ളം പറയണ്ടായിരുന്നു. അത് സാരമില്ല. അവൻ ഫ്രഷ് ആയിട്ട് വരുന്നതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിച്ച് മെഡിസിൻ കഴിച്ചാൽ പോരെ? അപ്പോൾ എല്ലാം ഓക്കെ ആവില്ലേ? ബാ. ശരി, ഞാൻ ഫുഡ് എടുത്ത് തരാം. ബാ. ഞാനെന്തിനാ ഇത്രയും ഷൈ ആവുന്ന? ഋഷി എൻ്റെ ഹസ്ബൻഡ് അല്ലേ? എനിക്കെന്തിനാ അവൻ്റെ അടുത്ത് പോകുമ്പോൾ ഇത്രയും ഷൈനസ്? അല്ല, ഋഷി എന്തിനാ ഹാളിൽ കിടക്കുന്നത്? എൻ്റെ അടുത്തല്ലേ അവൻ കിടക്കേണ്ടേ? പിന്നെന്തിനാ ഞാൻ റൂമിലും അവൻ ഹാളിലും കിടക്കുന്നത്? ഋഷി ഉറങ്ങിയോ? ഈ തണുപ്പത്ത് ഈ സോഫയിൽ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? സാക്ഷി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്തു പറ്റി? എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിനക്ക് വെള്ളം വല്ലതും വേണോ? ഏയ്, എനിക്കൊന്നും വേണ്ട. ഋഷി എന്താ എൻ്റെ കൂടെ റൂമിൽ വരാതെ ഈ തണുപ്പത്ത് ഇവിടെ കിടക്കുന്നേ? അത് ഞാനും ശ്രീയൊക്കെ റൂമിലല്ലേ കിടക്ക, നീ മാത്രം തന്നെ സോഫയിൽ കിടക്കുന്ന? ബാ, റൂമിലോട്ട് പോവാം. അത് സാക്ഷി, വേണ്ട, നീ പോയി കിടന്നോ. ഞാനിവിടെ കിടന്നോളാം, സാരമില്ല. അതെന്താണെന്ന് ഞാൻ ചോദിച്ചേ. നീ എൻ്റെ ഹസ്ബൻഡ് അല്ലേ, നീ എന്തിനാ മാറി കിടക്കുന്നേ? അത് അങ്ങനെയല്ല, ഞാൻ നിനക്ക് വയ്യാണ്ടിരിക്കുമല്ലേ, നീ ചെന്ന് കിടന്നോ. എന്താ ഋഷി, നമ്മൾ മാരേജ് കഴിഞ്ഞിട്ട് ഒരുമിച്ച് കിടന്നിട്ടില്ലേ? നമ്മൾ രണ്ടിടത്താണോ കിടന്നിട്ടുള്ളത്? ഇല്ല, മാരേജ് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ചായിരുന്നു. അത് പിന്നെന്താ? ഇനി കൂടുതലൊന്നും പറയണ്ട, എൻ്റെ കൂടെ വാ. ദേഷ്യപ്പെടല്ലേ, ഞാൻ വരാം. എന്നാ വാ, നമുക്ക് കിടക്കാം. സാക്ഷി, നീ ബെഡിൽ കിടന്നോ, ഞാൻ സോഫയിൽ കിടന്നോളാം. ഗുഡ് നൈറ്റ്. സോഫയിൽ കിടക്കാനാണെങ്കിൽ ഋഷി ഒരു കാര്യം ചെയ്യ്, ഹാളിൽ തന്നെ പോയി കിടന്നോ, സാരമില്ല. ഏയ്, അതല്ല ഞാൻ. ഒന്നും പറയണ്ട, കയറി ബെഡിൽ കിടക്ക്. അല്ല, ഋഷിയുടെ പ്രോബ്ലം എന്താ? എന്തിനാ ഇപ്പോൾ സോഫയിൽ കിടക്കുന്നേ? ഇനി എൻ്റെ കൂടെ കിടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരി, ആയിക്കോട്ടെ, ചെന്ന് സോഫയിൽ കിടന്നു. ഗുഡ് നൈറ്റ്. സാക്ഷി, പിണങ്ങല്ലേ, എനിക്കൊരു പ്രോബ്ലം ഇല്ല, ഞാൻ ബെഡിൽ കിടക്കാം. എന്നാ വേഗം കയറി കിടക്ക്. സാക്ഷി, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നണമെങ്കിൽ എൻ്റെ അടുത്ത് പറയണം, ഞാൻ മാറിക്കിടന്നോളാം. എൻ്റെ പൊന്നു ഋഷി, ഒന്ന് കിടന്നുറങ്ങോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നേരം വെളുത്തോ? അല്ല, ഋഷിയെ കാണുന്നില്ലല്ലോ. രാവിലെ തന്നെ സ്ഥലം കാലിയാക്കിയോ? എന്നിട്ട് ഒരു കാര്യം. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, അവൾ തന്നെ പേടിച്ചിട്ടാ ഇന്നലെ കള്ളം പറഞ്ഞ. ആണോ? അപ്പോൾ നിന്നെ രക്ഷിക്കാൻ വേണ്ടി അവൾ കള്ളമൊക്കെ പറയാൻ തുടങ്ങി? ഏയ്, അങ്ങനെയൊന്നും അല്ല. അല്ല, രണ്ടാളും രാവിലെ തന്നെ കിച്ചണിൽ കയറിയോ? നീ എണീക്കുന്നതിന് മുന്നേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി ഇരുന്നാ. നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതെ, നമുക്കിരിക്കാം, വേഗം കഴിക്കാം. എനിക്കിന്ന് ഹോസ്പിറ്റലിൽ ഒരു അർജൻറ്റ് ഇഷ്യൂ കൊണ്ട് പോവാൻ. എല്ലാം റെഡിയാണെങ്കിൽ നമുക്കിരിക്കാം, കഴിക്കാം. ആണോ അമ്മ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഏട്ടത്തിക്ക്? ഏട്ടൻ അവിടെ ഉണ്ടല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ എന്നെ വിളിക്ക്. പിന്നെ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാം ഏട്ടനോട്. ഋഷി, എന്തു പറ്റി? ഭയങ്കര ടെൻസ്ഡ് ആണല്ലോ.
ആരാ വീട്ടിൽ നിന്നാണോ ഫോൺ വിളിച്ചത്? എന്താ കാര്യം? അത് ഏട്ടത്തി പെട്ടെന്ന് തലയിറങ്ങി വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അമ്മയും ഏട്ടനും ഒക്കെ ഭയങ്കര ടെൻഷനിലാണ്. ഏട്ടത്തി പ്രഗ്നൻ്റ് അല്ലേ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ അഡ്മിറ്റാക്കി. അപ്പോൾ അതെന്നെ വിളിച്ച് അമ്മ പറഞ്ഞത്. അതാ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓ ആണോ? എന്നാ ഋഷി ഏട്ടത്തി ഒന്ന് പോയി നോക്കിയിട്ട് വാ. ഏയ്, ഞാൻ പോയാൽ നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ. അത് വേണ്ട, ഞാൻ പിന്നെ പൊക്കോളാം. എൻ്റെ പൊന്നു ഋഷി, ഞാനിപ്പോൾ ഓക്കെ അല്ലേ? നീ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരുന്നതിനിടയ്ക്ക് എനിക്ക് എന്ത് സംഭവിക്കാനാ? ചെന്ന് ഏട്ടത്തി നോക്കിയിട്ട് വാ. അതല്ല, ഞാൻ പോയിക്കഴിഞ്ഞ് നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ആരും ഇവിടെ ഇല്ലല്ലോ. എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ ഫോൺ ചെയ്ത് വിളിച്ചോളാം, പോരെ? അമ്മ ഇത്രയും വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നീ നോക്കിയില്ലെങ്കിൽ ഇത് മോശമോ? ചെന്ന് നോക്കിയിട്ട് വാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെന്താ? ശരി സാക്ഷി, നീ ഇങ്ങനെ റൈസ് ചെയ്ത് സംസാരിക്കല്ലേ, വയ്യാത്തതല്ലേ. ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. ശരി, ചെല്ല്. പിന്നെ പോയി കുറേ നേരം നിൽക്കരുത്. ഞാനിവിടെ ഒറ്റയ്ക്ക് വെയിറ്റിംഗ് ആണ്, പെട്ടെന്ന് വരണം. ഞാൻ പെട്ടെന്ന് വരാൻ നോക്കാം. എന്താ പറഞ്ഞേ? വെയിറ്റിംഗ് ആണെന്നോ? ആര്? എന്തിന്? അതൊക്കെ വന്നിട്ട് പറയാം. വേഗം പോയിട്ട് പെട്ടെന്ന് വാ. ഞാനിവിടെ ഒറ്റയ്ക്ക്, അറിയാലോ. ഋഷി ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവോ? അവനിവിടെ നിന്ന് ഇറങ്ങിയിട്ട് 10 മിനിറ്റേ ആയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് നന്നായിട്ട് ബോറടിക്കുന്നു. സംസാരിക്കാനും ആരുമില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഋഷി ലേറ്റ് ആവോ വരാൻ? TV ആണെങ്കിൽ കാണാനും തോന്നുന്നില്ല. റൂമിൽ പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയാലോ? അതാ നല്ലത്. കുറച്ച് നേരം കിടക്കാം. കിടന്നിട്ട് എണീക്കുമ്പോൾ ഋഷി എത്തുമായിരിക്കും. ഋഷി എൻ്റെ തുണിയൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നോ? ഏതായാലും അതൊക്കെ എടുത്ത് ഷെൽഫിലെടുത്ത് വെക്കാം. ഈ ബാഗ് ഋഷി എനിക്ക് അന്ന് തന്നതല്ലേ, വീട്ടിൽ നിന്നുള്ള സാധനമാണെന്ന് പറഞ്ഞ് ഞാനത് തുറന്നു പോലും നോക്കിയില്ല. ഏതായാലും അതും എടുത്ത് വച്ചേക്കാം. ഇതിനകത്തൊരു ബുക്കുണ്ടല്ലോ. അല്ല, ഇത് ഡയറി അല്ലേ? ഇത് എൻ്റെതാണോ? ഞാൻ ഡയറി എഴുതാറുണ്ടോ? ഏതായാലും ബോറടിച്ചിരിക്കുകയല്ലേ, എൻ്റെ കഥ തന്നെ ഞാനത് വായിച്ചു നോക്കാം. സമയം പോവുമല്ലോ. ഇതിപ്പോൾ ഒരുപാടുണ്ടല്ലോ. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? എൻ്റെ കോളേജ് ലൈഫ് നോക്കാം. അപ്പോൾ ഋഷി ഉണ്ടാവുമല്ലോ അതിൽ. ഞാൻ, ശ്രീ, ഋഷി, ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് ഇങ്ങനെയാണോ? ഋഷി എന്ന് എന്ത് ചൂടനാ, നല്ല ദേഷ്യക്കാരാണെന്ന് തോന്നുന്നു. ശരിക്കും ഇതാണ് എൻ്റെ കോളേജ് ലൈഫ്. ഞാൻ അപ്പോഴൊക്കെ ഒരുപാട് ഹാപ്പി ആയിരുന്നിരിക്കും അല്ലേ? ഋഷി എന്തൊരു ക്യൂട്ടാ. ഞാൻ എങ്ങനെയാ എൻ്റെ ഋഷിയെ മറന്നുപോയത്? എൻ്റെ പാരൻസ്. ഞാൻ ഋഷിയെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞപ്പോൾ ആ പാവത്തിന് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും. പാവം. അപ്പം എൻ്റെ കല്യാണം ഇങ്ങനെയാണോ നടന്നത്? ഋഷി അപ്പോൾ എന്നെ ഇഷ്ടമല്ലാതെ വെറും പ്രതികാരത്തിന് വേണ്ടിയാണോ കല്യാണം കഴിച്ചത്? എന്നോട് പോയി കാണിക്കുന്ന സ്നേഹമൊക്കെ അഭിനയമാണോ? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ സാഹചര്യം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു പോയതിന് എന്നോട് ഋഷി ഇങ്ങനെയൊക്കെയാണോ ചെയ്തത്? അപ്പോൾ
ഋഷി എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നില്ലേ? വെറും അഭിനയമാണോ? ഞാൻ ഞാൻ ഇനി ഒരിക്കലും ഋഷിയെ വിശ്വസിക്കില്ല. മുമ്പുണ്ടായിരുന്ന ഞാൻ പാവമായിരുന്നു. അതുകൊണ്ടാണ് ഋഷി ഇത്രയൊക്കെ കാണിച്ചിട്ടും അവൻ്റെ അടുത്ത് എന്നെ പിടിച്ചു നിന്നത്. പക്ഷേ ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. ഋഷി ഇനി എൻ്റെ ലൈഫിൽ ഋഷി ഇല്ല. എനിക്ക് ഇങ്ങനെ ഒരാളെ വേണ്ട. എനിക്ക് എങ്ങനെ ഋഷിയെപ്പോലെ ഒരാളോട് വീണ്ടും എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഋഷിക്ക് എങ്ങനെ മനസ്സ് വന്നു? ഇനി ഈ സാക്ഷിയുടെ ലൈഫിൽ ഋഷി ഇല്ല. അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈശ്വര, ടൈം ഒത്തിരിയായി. നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. സാക്ഷി എന്ത് ചെയ്യുന്നുണ്ടാവും? ഐ ഹേറ്റ് യു ഋഷി, ഐ ഹേറ്റ് യു. എനിക്ക് നിന്നെ കാണണ്ട. ആ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നുണ്ടാവും. പെട്ടെന്ന് എത്തിയെങ്കിൽ